കേരളത്തിന്റെ പച്ചപ്പും വയലുകളും നിറഞ്ഞ മനോഹരമായ ഒരു പ്രഭാതം. ഇളം വെയിലിൽ തിളങ്ങുന്ന നെൽപ്പാടങ്ങളും മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന തൊടിയിന ചെടികളും ആ ഗ്രാമത്തിന് വല്ലാത്തൊരൈശ്വര്യം നൽകിയിരുന്നു. പക്ഷികൾ ഉണർന്നു പാടുന്നു, കുട്ടികൾ സ്കൂളിലേക്ക് പോകാനൊരുങ്ങുന്നു. ചുറ്റുമുള്ള ലോകം മുഴുവൻ സന്തോഷത്താൽ തുടിക്കുമ്പോഴും 10ാം ക്ലാസ്സുകാരനായ രാഹുലിന്റെ മനസ്സുമാത്രം കൊടും വേനലിലെ മരുഭൂമി പോലെ വരണ്ടുണങ്ങിക്കിടക്കുകയായിരുന്നു. അവന്റെ വീടിന്റെ ഉമ്മറത്ത് അച്ഛൻ മാധവൻ ജോലിക്കു പോകാനായി തന്റെ കാക്കി കുപ്പായം അണിയുകയായിരുന്നു. ആ ഗ്രാമത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നാടിനെ വൃത്തിയായി സൂക്ഷിക്കുന്ന ഹരിതകർമ്മസേനയിലെ അംഗമാണ് മാധവൻ. മറ്റുള്ളവർക്ക് അറപ്പും വെറുപ്പും തോന്നുന്ന മാലിന്യങ്ങൾ പരാതികളില്ലാതെ നീക്കം ചെയ്യുന്ന നാടിനു കാവലായ മനുഷ്യൻ. പക്ഷേ ആ തൊഴിലിന്റെ മഹത്വം രാഹുലിന്റെ സഹപാഠികളായ കൗമാരക്കാർക്ക് മനസ്സിലാകില്ലല്ലോ. അച്ഛന്റെ വീർപ്പിന്റെയും വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ച ബ്ലീച്ചിംഗ് പൗഡറിന്റെയും ഗന്ധം രാഹുലിന് എന്നും ഒരു അപമാനഭാരമായിരുന്നു. അച്ഛൻ സ്നേഹത്തോടെ യാത്ര ചോദിക്കുമ്പോൾ പോലും ആ വസ്ത്രത്തിലെ ഗന്ധം തന്നിലേക്ക് പടരുമോ എന്ന ഭയത്താൽ രാഹുൽ അകന്നുമാറി നടന്നു. സ്കൂളിലെ അസംബ്ലി മൈതാനത്ത് തിങ്കളാഴ്ചത്തെ തിരക്ക്. പ്രാർത്ഥന കഴിഞ്ഞ് കുട്ടികൾ ക്ലാസുകളിലേക്ക് വരിവരിയായി നീങ്ങുകയാണ്. ചിരികളും വർത്തമാനങ്ങളും കൊണ്ട് സ്കൂൾ വരാന്ത ശബ്ദമുഖരിതമാണ്. ആൾക്കൂട്ടത്തിനിടയിലൂടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ക്ലാസ്സിലെത്താൻ രാഹുൽ തലകുനിച്ചു നടന്നു. പക്ഷേ അവന്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി സാജനും അരുണും അവന്റെ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എടാ രാഹുലേ! സാജന്റെ നീട്ടിവിളിച്ചുള്ള ശബ്ദം വരാന്തയിലെ ബഹളങ്ങൾക്കിടയിലും രാഹുലിന്റെ കാതുകളിൽ ഇടിമുഴക്കം പോലെ വന്നു വീണു. അവൻ നടത്തത്തിന്റെ വേഗത കൂട്ടി. പക്ഷെ സാജൻ വിടാൻ ഭാവമില്ലായിരുന്നു. നിന്റെ അച്ഛൻ ഇന്നും ആ വണ്ടിയുമായി വരുന്നത് കണ്ടല്ലോടാ. ഹോ, ആ വണ്ടി റോഡിലൂടെ വരുമ്പോഴേ എന്തൊരു നാറ്റമാണെന്നറിയാമോ? എനിക്ക് വണ്ടിയിൽ വന്നപ്പോൾ മൂക്ക് പൊത്തേണ്ടി വന്നു. സാജന്റെ പരിഹാസം കേട്ട് ക്ലാസ്സിലെ മറ്റു കുട്ടികൾ നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. ചിലരുടെ മുഖത്ത് സഹതാപം, ചിലരുടെ മുഖത്ത് പുച്ഛം. പെൺകുട്ടികളിൽ ചിലർ മൂക്കുപൊത്തിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ രാഹുലിന്റെ നെഞ്ചിൽ ആരോ തീക്കനൽ കോരിയിട്ടതുപോലെ തോന്നി. അയ്യേ എന്ന ആക്കിളികൾ ഒരു മന്ത്രം പോലെ ചുറ്റും മുഴങ്ങി. അവസരം മുതലെടുത്ത് അരുൺ അടുത്ത അസ്ത്രമേതു. അവൻ രാഹുലിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് നാടകീയമായി മൂക്ക് ചുളിച്ചുകൊണ്ട് പറഞ്ഞു, വെറുതെയല്ല, ഇവൻ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു വല്ലാത്ത മണം. ഇവന്റെ ദേഹത്തും ആ ചവർ വണ്ടിയുടെ മണമാണ്. ഇനി ഇവനും രാവിലെ അച്ഛന്റെ കൂടെ ചവർ കോരാൻ പോകുന്നുണ്ടോ ആവോ? കൂട്ടച്ചിരി ആ ഇടനാഴിയിൽ മുഴങ്ങി. രാഹുലിന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തൊണ്ടയിൽ സങ്കടം ഒരു വലിയ ഗോളമായി തടഞ്ഞു നിന്നു. മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാതിരിക്കാൻ അവൻ പാടുപെട്ടു. അപമാനത്താൽ മുഖം കുനിച്ച് ആരുടെയും മുഖത്തു നോക്കാതെ അവൻ ക്ലാസ് മുറിയിലേക്ക് ഓടിക്കയറി. പുറകിൽ അപ്പോഴും ആ ചിരികൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. രാഹുലിന്റെ ഹൃദയത്തിൽ ഓരോ മുള്ളുകളായി തറച്ചുകൊണ്ട്. ക്ലാസ് മുറിയുടെ 4 ചുവരുകൾക്കുള്ളിലും രാഹുലിന് സമാധാനം ലഭിച്ചില്ല. പുറത്തെ പരിഹാസങ്ങൾ കഴിഞ്ഞ് അല്പം ആശ്വാസം പ്രതീക്ഷിച്ച് തന്റെ സ്ഥിരം സീറ്റിലേക്ക് നീങ്ങിയതായിരുന്നു അവൻ. പക്ഷേ അവിടെ അവനെ കാത്തിരുന്നത് സാജന്റെ തടയലായിരുന്നു. ബാഗെടുത്ത് ബെഞ്ചിൽ വെക്കാൻ തുടങ്ങിയ രാഹുലിനെ സാജൻ കൈകൊണ്ട് തടഞ്ഞു. എടാ, നീ ഇവിടെ ഇരിക്കണ്ട, മൂക്ക് ചൊളിച്ചുകൊണ്ട് അറപ്പോടെ സാജൻ പറഞ്ഞു. നിന്റെ ദേഹത്തു നിന്നും ആ ചവർ വണ്ടിയുടെ മണം വരുന്നുണ്ട്. എനിക്ക് ശ്വാസം മുട്ടുന്നു. നീ ആ പുറകിലെങ്ങാനും പോയിരിക്കെ. ക്ലാസ് മുഴുവൻ അത് കേട്ടു. രാഹുൽ സഹായത്തിനായി ചുറ്റും നോക്കി. എന്നാൽ സഹപാഠികളാരും അവനുവേണ്ടി സംസാരിച്ചില്ല. പകരം പലരും അവനിൽ നിന്നും അകലം പാലിക്കാനെന്ന വണ്ണം പുസ്തകങ്ങളിൽ മുഖം പൊഴുത്തി. ആരും അവനൊരിടം നൽകാൻ തയ്യാറല്ലെന്ന് രാഹുൽ തിരിച്ചറിഞ്ഞു. അപമാനഭാരത്താൽ അവന്റെ തല കുനിഞ്ഞു. പാദങ്ങൾ തളരുന്നതുപോലെ തോന്നി. അവൻ മെല്ലെ ക്ലാസിന്റെ ഏറ്റവും പിന്നിലെ ബെഞ്ചിലേക്ക് നടന്നു. അവിടെ ജനലോട് ചേർന്നുള്ള സീറ്റിൽ കിരൺ ഇരിക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്സിലെ പിൻബെഞ്ചുകാരൻ. പഠനത്തിൽ അല്പം പിന്നാക്കമായ, അധികം ആരോടും മിണ്ടാത്ത, ആരുമായും കൂട്ടുകൂടാത്ത കിരൺ. അവനൊരു ഏകാന്ത ദ്വീപ് പോലെയായിരുന്നു. രാഹുൽ മടിച്ചുമടിച്ചങ്ങോട്ട് ചെന്നു. അവനെ കണ്ടപ്പോൾ കിരൺ മുഖമുയർത്തി നോക്കി. ആ കണ്ണുകളിൽ പരിഹാസമില്ലായിരുന്നു, സഹതാപവുമില്ലായിരുന്നു. പകരം ഒരു തെളിഞ്ഞ നോട്ടം മാത്രം. ഒന്നും ചോദിക്കാതെ കിരൺ തന്റെ പുസ്തകങ്ങൾ നീക്കിവെച്ച് രാഹുലിന് ഇടം നൽകി. ആ നിമിഷം ആ ചെറിയ സ്ഥലം രാഹുലിന് ലോകത്തെ ഏറ്റവും വലിയ അഭയമായി തോന്നി. അവൻ നെടുവീർപ്പോടെ അവിടെയിരുന്നു. അപ്പോഴാണ് സുധാ ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വന്നത്. കുട്ടികൾ എഴുന്നേറ്റു വണങ്ങി. ഹാജർ പട്ടിക നോക്കുന്നതിനിടയിൽ ടീച്ചറുടെ കണ്ണുകൾ ക്ലാസ് മുറിയിലൂടെ ഓടി നടന്നു. പഠിക്കാൻ മിടുക്കനായ രാഹുലിനെ ഏറ്റവും പിന്നിൽ ബെഞ്ചിൽ കണ്ടപ്പോൾ ടീച്ചറുടെ നെറ്റി ചുളിഞ്ഞു. രാഹുലേ, ടീച്ചർ വിളിച്ചു. നീ എന്തിനാ ആ ഇരുണ്ട മൂലയിൽ പോയി ഇരിക്കുന്നത്? അവിടെ ഇരുന്നാൽ ബോർഡ് വ്യക്തമായി കാണില്ലല്ലോ. നീ ബാഗും എടുത്ത് മുന്നിൽ വന്നിരിക്കെ. രാഹുൽ എഴുന്നേൽക്കാൻ മടിച്ചു. സത്യം പറയാൻ അവന് ഭയമായിരുന്നു. ക്ലാസ്സിലെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് സാജൻ എഴുന്നേറ്റു. അവന്റെ മുഖത്ത് ഒരു വക്രചിരിയുണ്ടായിരുന്നു.
ടീച്ചറെ, അവൻ അവിടെ ഇരിക്കുന്നതാണ് നല്ലത്. അവന്റെ അച്ഛൻ ടൗണിലെ ചവറ് കോരുന്ന ആളാ. അതുകൊണ്ട് അവന് നല്ല. സാജന്റെ വാചകം മുഴുമിപ്പിക്കാൻ ടീച്ചർ സമ്മതിച്ചില്ല. സുധാ ടീച്ചറുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. കയ്യിലിരുന്ന ചോക്ക് കഷ്ണം മേശപ്പുറത്തിട്ട് ടീച്ചർ സാജനെ നേരെ തിരിഞ്ഞു. നിർത്തട അവിടെ. ടീച്ചറുടെ ശബ്ദം ക്ലാസ് മുറിയിൽ മുഴങ്ങി. അതിനിപ്പോ എന്താ? ആ ജോലി കൂടി ആര് ചെയ്യും? നിന്റെ വീട്ടിലെ മാലിന്യങ്ങൾ ആര് വൃത്തിയാക്കും? മാധവനെപ്പോലെയുള്ളവർ വെയിലും മഴയും കൊള്ളുന്നതുകൊണ്ടാണ് സാജനും നീയുമൊക്കെ ആ സുഖം വരാതെ മൂക്കുപൊത്താതെ ഈ നാട്ടിൽ ജീവിക്കുന്നത്. സ്വന്തം നാട് വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബഹുമാനിക്കപ്പെടേണ്ടവർ, അല്ലാതെ അവരെ നോക്കി ചിരിക്കുന്നവരല്ല. ഇരിക്കവിടെ. ടീച്ചറുടെ വാക്കുകൾ ചാട്ടവാരടി പോലെയാണ് സാജിന് കൊണ്ടത്. അവൻ ചമ്മിപ്പോയി തലതാഴ്ത്തിയിരുന്നു. ക്ലാസ് മുഴുവൻ പിൻ ഡ്രോപ്പ് സൈലൻസായി. ടീച്ചർ രാഹുലിനെ സ്നേഹത്തോടെ നോക്കി. മോൻ മുന്നിൽ വന്നിരിക്കെ. ടീച്ചറുടെ നിർബന്ധത്തിന് വഴങ്ങി രാഹുൽ മുന്നിലെ സീറ്റിൽ വന്നിരുന്നു. പക്ഷേ അവന് ചുറ്റുമുള്ള കുട്ടികൾ അപ്പോഴും അവനിൽ നിന്നും അല്പം അകന്നു മാറിയാണ് ഇരുന്നത്. ആ മൗനമായ അവഗണന അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ടീച്ചർ പോയ ഉടനെ രാഹുൽ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. അവൻ തന്റെ ബാഗെടുത്ത് വീണ്ടും പുറകിലെ ബെഞ്ചിലേക്ക് നടന്നു. കിരൺ അവനെ കണ്ട് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. രാഹുൽ തിരിച്ചു ചിരിച്ചുകൊണ്ട് കിരന്റെ അടുത്ത് തന്നെ ഇരുന്നു. മുന്നിലെ കപടമായ ബഹുമാനത്തേക്കാൾ പിന്നിലെ ആത്മാർത്ഥമായ സ്നേഹമാണ് തനിക്ക് വേണ്ടതെന്ന് രാഹുൽ അന്നേരം തിരിച്ചറിഞ്ഞു. ഉച്ചഭക്ഷണത്തിനുള്ള മണിമുഴങ്ങിയപ്പോൾ ക്ലാസ് മുറിയിലുണ്ടായിരുന്ന നിശബ്ദത പെട്ടെന്ന് ശബ്ദകോലാഹലങ്ങൾക്ക് വഴിമാറി. കുട്ടികൾ ആവേശത്തോടെ പാത്രങ്ങൾ തുറക്കുന്ന ശബ്ദം. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉച്ചയൂണ് സമയം വിശപ്പിനേക്കാളേറെ ഒറ്റപ്പെടലിന്റെ വേദന ഓർമ്മിപ്പിക്കുന്ന സമയമായിരുന്നു. എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ താൻ മാത്രം ഒറ്റയ്ക്കിരിക്കുന്നത് അവനെ വല്ലാതെ അലട്ടിയിരുന്നു. അവൻ സാവധാനം തന്റെ സ്റ്റീൽ ചോറ്റുപാത്രം തുറന്നു. ആവി പറക്കുന്ന ചോറിനൊപ്പം അമ്മ സ്നേഹത്തോടെ വച്ച അയലക്കറിയുടെ കൊതിപ്പിക്കുന്ന ഗന്ധം ക്ലാസ് മുറിയിലെ കാട്ടിൽ കലർന്നു. ആ മണം അവന് വീട്ടിലെ സുരക്ഷിതത്വത്തെ ഓർമ്മിപ്പിച്ചു. ഒരു നിമിഷം പഴയ അപമാനങ്ങൾ മറന്ന് ഒരു സൗഹൃദത്തിനു വേണ്ടി അവൻ കൊതിച്ചു. അവൻ പ്രതീക്ഷയോടെ തൊട്ടുമുന്നിലിരുന്ന സാജനെ നോക്കി. എടാ സാജ, രാഹുൽ മടിച്ചു വിളിച്ചു. അമ്മയിന്ന് നല്ല മീൻകറി വെച്ചിട്ടുണ്ട്. നല്ല രുചിയാ. നിനക്ക് വേണോ? തന്റെ പാത്രത്തിലേക്കൊരു കഷ്ണം മീനെടുത്ത് വെക്കാൻ തുടങ്ങിയ രാഹുലിനെ സാജൻ തടഞ്ഞു. അവന്റെ മുഖത്ത് പഴയ പുച്ഛം തന്നെയായിരുന്നു. നിന്റെ മീൻകറി നിനക്ക് തന്നെ മതി, ഞങ്ങൾക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ നിന്റെ കയ്യിൽ നിന്നുമൊന്നും ഞങ്ങൾക്ക് ഇറങ്ങില്ല എന്നു പറഞ്ഞ് സാജൻ മുഖം തിരിച്ചു. അരുണും കൂട്ടരും അത് കേട്ട് ഉറക്കെ ചിരിച്ചു. ആ ചിരി രാഹുലിന്റെ കാതുകളിൽ ഈയ മുരുക്കി ഒഴിച്ചതുപോലെ തോന്നി. അവൻ വല്ലാതെ ചുരുങ്ങിപ്പോയി. സ്നേഹത്തോടെ നീട്ടിയ കൈ തട്ടിമാറ്റപ്പെട്ടതിന്റെ വേദനയോടെ അവൻ പാത്രം അടയ്ക്കാൻ തുടങ്ങി. വിശപ്പ് കെട്ടുപോയിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. അവർക്ക് വേണ്ടെങ്കിൽ എനിക്ക് തരുമോ? രാഹുൽ തിരിഞ്ഞു നോക്കി. കിരണാണ്. അവന്റെ കണ്ണുകളിൽ ആകാംക്ഷയുണ്ടായിരുന്നു. എന്റെ വീട്ടിലെപ്പോഴും കഞ്ഞിയും പയറുമാണ് രാഹുലേ. ഇന്ന് നിന്റെ ആ മീൻകറിയുടെ മണമടിച്ചപ്പോ വല്ലാത്തൊരു കൊതി. എനിക്ക് തരുമോ? രാഹുലിന്റെ വിതുമ്പാൻ നിന്ന മുഖം പെട്ടെന്ന് വിടർന്നു. അവനിലെ സങ്കടം സന്തോഷത്തിന് വഴിമാറി. അതിനെന്താ എന്നു പറഞ്ഞുകൊണ്ട് അവൻ തന്റെ പാത്രത്തിൽ നിന്നും വലിയൊരു മീൻകഷ്ണം ചാരോടുകൂടി കിരന്റെ പാത്രത്തിലേക്ക് പകർന്നു. കിരൺ അത് ആസ്വദിച്ചു കഴിക്കുന്നത് രാഹുൽ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു. കിരൺ ഓരോ ഉരുള ഉണ്ണുമ്പോഴും രാഹുലിന്റെ മനസ്സ് നിറയുകയായിരുന്നു. ആ ഉച്ചഭക്ഷണത്തിന് മുമ്പൊരിക്കലുമില്ലാത്ത രുചിയുണ്ടെന്ന് രാഹുലിന് തോന്നി. അവർക്കിടയിലെ മൗനം വാക്കുകളില്ലാതെ തന്നെ സംസാരിക്കായിരുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട് എല്ലാവരും പടിയിറങ്ങിയപ്പോഴും രാഹുൽ കിരന്റെ കൂടെ തന്നെ നടന്നു. വഴിയിൽ വെച്ച് മനസ്സിൽ അടക്കിവെച്ച ചോദ്യം അവൻ ചോദിച്ചു. കിരൺ, ഈ ക്ലാസ്സിൽ എല്ലാവരും എന്നെ കളിയാക്കുമ്പോഴും നീ മാത്രമെന്താ എന്നെ കളിയാക്കാത്തത്? നീ എന്നോട് കൂട്ടുകൂടാൻ മടിച്ചില്ലല്ലോ. കിരൺ നടത്തം നിർത്തി രാഹുലിനെ നോക്കിയൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒത്തിരി അനുഭവങ്ങളുടെ നിഴലുണ്ടായിരുന്നു. എന്റെ അച്ഛൻ പണ്ടേ മരിച്ചുപോയതാടാ. ജീവിതത്തിന്റെ കഷ്ടപ്പാടും ഇല്ലായ്മയും ഒറ്റപ്പെടലിന്റെ വേദനയും എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല. നമ്മളെപ്പോലെ സങ്കടം അനുഭവിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കണ്ണുനീരിന്റെ വില മനസ്സിലാകൂ. ആ വാക്കുകൾ രാഹുലിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ തറച്ചു. കിരൺ വെറുമൊരു മടിയനായ പിൻബെഞ്ചുകാരനല്ലെന്നും മറിച്ച് ജീവിതം പഠിപ്പിച്ച വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട വലിയ മനസ്സിനുടമയാണെന്നും രാഹുൽ തിരിച്ചറിഞ്ഞു. അസ്തമയ സൂര്യന്റെ പൊൻവെളിച്ചത്തിൽ അവർ നടന്നു നീങ്ങുമ്പോൾ അവിടെ പുതിയൊരു ആത്മബന്ധം ജനിക്കുകയായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിലാണ് രാഹുലും കുടുംബവും അത്താഴത്തിനിരുന്നത്. പുറത്ത് ചീവികളുടെ കരച്ചിൽ കേൾക്കാം. പകൽ ദിവസം നീണ്ട അധ്വാനത്തിന് ശേഷം ക്ഷീണിച്ചിരിക്കുകയായിരുന്നു അച്ഛൻ മാധവൻ. അച്ഛന്റെ കൈകളിലെ തഴമ്പുകളും വെയിലേറ്റ് കരിവാളിച്ച മുഖവും രാഹുൽ ശ്രദ്ധിച്ചു. ഉള്ളിൽ തിളച്ചുമറിയുന്ന സങ്കടം ഇനിയും അടച്ചുവെക്കാൻ അവന് കഴിഞ്ഞില്ല. അച്ഛാ, ചോറ് മുഴയ്ക്കുന്നതിനിടയിൽ തലകുനിച്ചുകൊണ്ട് വിളിച്ചു. എന്താടാ? വാത്സല്യത്തോടെ മാധവൻ ചോദിച്ചു. അച്ഛൻ വേറെന്തെങ്കിലും ജോലിക്ക് പോയാൽ കൊള്ളാമായിരുന്നു. ഈ ചവറുകോരുന്ന പണി വേണ്ട അച്ഛാ. മാധവൻ ഭക്ഷണം കഴിക്കുന്ന നിർത്തി മകനെ നോക്കി. എന്താടാ പെട്ടെന്ന് ഇങ്ങനൊരു വർത്തമാനോ? അത് സ്കൂളിലെ കൂട്ടുകാർ അവർ കളിയാക്കുന്നു. അച്ഛൻ ചവറെടുക്കുന്നവനാണെന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
രാഹുലിന്റെ ശബ്ദമിടറി കണ്ണുകൾ നിറഞ്ഞു. അത് കേട്ട് മാധവൻ ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസമായിരുന്നില്ല, മറിച്ച് ജീവിതം കണ്ടവന്റെ ആത്മവിശ്വാസമായിരുന്നു. രാഹുൽ അത്ഭുതത്തോടെ അച്ഛനെ നോക്കി. എടാ മോനെ, മാധവൻ തന്റെ പരുത്ത കൈകൾ മകന് നേരെ നീട്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഈ കൈകളിൽ അഴുക്കുണ്ടാകാം, പക്ഷേ ഈ ജോലിയുടെ വീർപ്പും കൂലിയും കൊണ്ടാണ് നിന്റെ ചോറും ഉടുപ്പും നീ പഠിക്കുന്ന പുസ്തകവുമെല്ലാം വരുന്നത്. നമ്മൾ മോഷ്ടിക്കുകയോ ആരെയും വഞ്ചിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. സ്വന്തം നാട് വൃത്തിയാക്കുന്ന ജോലി മോശമാണെന്ന് ആര് പറഞ്ഞു? അച്ഛൻ രാഹുലിന്റെ തോളിൽ തട്ടിത്തുടർന്നു. ഒരു തൊഴിലും ചെറുതല്ല മോനെ. നീ ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. നീ നന്നായി പഠിക്കേ. പഠിച്ചു വലിയ നിലയിലെത്തിയാൽ ഇന്ന് നിന്നെ കളിയാക്കുന്നവർ നാളെ നിന്നെ ബഹുമാനത്തോടെ നോക്കും. അന്ന് ഈ അച്ഛന്റെ വിയർപ്പിന് നീ അഭിമാനത്തിന്റെ പരിമളം നൽകും. അമ്മയും അച്ഛന്റെ വാക്കുകളെ ശരിവെച്ചു. അച്ഛന്റെ ആ വാക്കുകൾ രാഹുലിന്റെ ഉള്ളിലെ ഇരുട്ട് മായ്ച്ചു കളഞ്ഞു. ഒരു വലിയ ഭാരം ഒഴിഞ്ഞുപോയതുപോലെ അവന് തോന്നി. തന്റെ അച്ഛൻ വെറുമൊരു തൊഴിലാളിയല്ല, മറിച്ച് ഒരു പോരാളിയാണെന്ന തിരിച്ചറിവ് അവന് പുതിയൊരു ഊർജ്ജം നൽകി. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചത് രാഹുലിന്റെ മനസ്സിൽ കൂടിയായിരുന്നു. അവൻ തലയുയർത്തിപ്പിടിച്ച് തന്നെ സ്കൂളിലേക്ക് നടന്നു. വരാന്തയിൽ വെച്ച് സാജന്റെയും കൂട്ടരുടെയും പരിഹാസചിരികൾ കേൾക്കുമ്പോൾ അച്ഛന്റെ വാക്കുകൾ ഒരു കവചം പോലെ അവനെ സംരക്ഷിച്ചു. അവൻ ആരെയും കൂസാതെ നേരെ ചെന്ന് പിൻബെഞ്ചിൽ കിരണിന്റെ അടുത്തിരുന്നു. അന്നു മുതൽ ആ സൗഹൃദം കൂടുതൽ ദൃഢമായി. കിരൺ രാഹുലിനൊരു ചേട്ടനെപ്പോലെ സംരക്ഷണം നൽകി. എടാ, ആരെങ്കിലും നിന്നെ കളിയാക്കാൻ പറഞ്ഞാൽ എന്നോട് പറയണം, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നു പറഞ്ഞ് കിരൺ അവന് ധൈര്യം പകർന്നു. സാജനെപ്പോലുള്ളവർ കളിയാക്കാൻ വരുമ്പോൾ കിരണിന്റെ രൂക്ഷമായ നോട്ടം മാത്രം മതിയായിരുന്നു അവരെ പിന്തിരിപ്പിക്കാൻ. തിരിച്ച് രാഹുൽ കിരണിനെ പഠനത്തിൽ സഹായിക്കാൻ തുടങ്ങി. പഠിച്ച മാത്രമേ നമുക്ക് ഇവരുടെയൊക്കെ മുന്നിൽ ജയിക്കാൻ പറ്റൂ കിരൺ എന്നു പറഞ്ഞ് കണക്കിലെ കടുപ്പമുള്ള പാഠങ്ങൾ രാഹുൽ ലളിതമായി കിരണിന് പറഞ്ഞുകൊടുത്തു. ഉച്ചയൂണിന് അവർ പാത്രങ്ങൾ പങ്കുവെച്ച് കഴിക്കുന്നത് പതിവായി. കിരണിന്റെ അമ്മയുണ്ടാക്കുന്ന ചൂട് കഞ്ഞിയും പയറും രാഹുലിന്റെ അമ്മ വറുത്തു നൽകുന്ന മുരിഞ്ഞ മത്തിയും അവർ രുചിയോടെ കഴിച്ചു. ക്ലാസ് മുറിയുടെ ആ പിൻബെഞ്ച് ഒരു കാലത്ത് അപമാനത്തിന്റെ ഇരുളടഞ്ഞ മൂലയായിരുന്നെങ്കിൽ ഇപ്പോഴത് സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വലിയൊരു കൊട്ടാരമായി മാറിയിരുന്നു. കാലമതിന്റെ പ്രയാണം തുടർന്നു. ഋതുക്കൾ മാറിമറിഞ്ഞു. ആ ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലെ പിൻബെഞ്ചിലിരുന്ന് സ്വപ്നം കണ്ടിരുന്ന 2 ബാലന്മാർ കാലത്തിനൊപ്പം വളർന്നു. നഗരത്തിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിന്റെ മുൻവശം തിങ്ങി നിറഞ്ഞ സദസ്സ്, ക്യാമറകളുടെ ഫ്ലാഷുകൾക്കിടയിലേക്ക് തിളങ്ങുന്ന ഒരു ആഡംബര കാർ വന്നു നിന്നു. ഡ്രൈവർ വാതിൽ തുറന്നുകൊടുത്തു. കോട്ടിട്ട ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖവുമായി ഒരു യുവാവ് പുറത്തിറങ്ങി. രാഹുൽ. തൊട്ടുപിന്നാലെ അവന്റെ വലം കൈയും ബിസിനസ് പാർട്ട്ണറുമായ കിരണും. രാഹുൽ ഇന്ന് പഴയ ആ കുനിഞ്ഞ ശിരസുള്ള ബാലനല്ല. അച്ഛന്റെ ചെറിയ സംരംഭത്തെ ഗ്രീൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻസ് എന്ന വമ്പൻ പ്രസ്ഥാനമാക്കി മാറ്റിയ യുവസംരംഭകനാണ്. ഓഡിറ്റോറിയത്തിലേക്ക് നടക്കുമ്പോൾ കിരൺ രാഹുലിന്റെ കൂളിൽ തട്ടി. എടാ, എന്താടാ ഒരു കള്ളിച്ചിരി? ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ പഴയ സ്കൂൾ അസംബ്ലി ഓർമ്മ വന്നോ? രാഹുൽ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അല്ലടാ, നമ്മുടെ ആ പഴയ ക്ലാസ് മുറിയും ഉച്ചയൂണിന് നിനക്കെന്റെ മത്തി വറുത്തതിനോടുള്ള ആർത്തിയും ഓർത്തതാ. കിരൺ ഉറക്കെ ചിരിച്ചു. അതൊക്കെ മറക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ആ സാജനും കൂട്ടരും നമ്മളെ കളിയാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വലിയ സുഹൃത്തുക്കളാകില്ലായിരുന്നു. അഗ്നിയിൽ സ്ഫുടം ചെയ്താലേ സ്വർണത്തിന് മാറ്റുകൂടൂ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ കാര്യം. കിരൺ ഒരു നിമിഷം നിന്ന് എന്നിട്ട് അഭിമാനത്തോടെ പറഞ്ഞു. രാഹുലേ, നിന്റെ അച്ഛൻ അന്ന് പറഞ്ഞതാണ് സത്യം. നമ്മുടെ വിയർപ്പിനിപ്പോൾ വിജയത്തിന്റെ മണമാണ്. ചടങ്ങുകൾക്ക് ശേഷം വിജയത്തിന്റെ ആരവങ്ങളിൽ നിന്ന് മാറി അവർ രാഹുലിന്റെ വീട്ടിലെത്തി. പഴയ ഓലമേഞ്ഞ വീടിന്റെ സ്ഥാനത്തിപ്പോൾ മനോഹരമായൊരു വീട് ഉയർന്നിട്ടുണ്ട്. എന്നാൽ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ ഒട്ടും മാറ്റമില്ലാതെ പെയിന്റടിച്ച് വൃത്തിയാക്കിയ ആ പഴയ തള്ളുവണ്ടി നിലപ്പുണ്ടായിരുന്നു. പ്രായമായെങ്കിലും മുഖത്തെ തെളിച്ചത്തിനൊട്ടും കുറവ് വരാതെ മാധവനും അമ്മയും വരാന്തയിൽ മക്കളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രാഹുൽ കാറിൽ നിന്നിറങ്ങി നേരെ പോയത് ആ വണ്ടിയുടെ അടുത്തേക്കാണ്. അവൻ ആ കൈപ്പിടിയിൽ തൊട്ടുനോക്കി. അച്ഛാ, രാഹുൽ വിളിച്ചു. നമ്മുടെ കമ്പനി ഇന്റർനാഷണൽ ലെവലിലേക്ക് വളരുകയല്ലേ? ഈ വണ്ടിയിലെ ബോർഡ് നമുക്കൊന്ന് മാറ്റണ്ടേ? കുറച്ചുകൂടി വലുതാക്കാം, എല്ലാവരും കാണട്ടെ. മാധവൻ നിറഞ്ഞ ചിരിയോടെ പടികൾ ഇറങ്ങിവന്ന് മകന്റെ തോളിൽ കൈവച്ചു. മോനെ, ബോർഡിന്റെ വലിപ്പത്തിലല്ല കാര്യം, നമ്മൾ ചെയ്യുന്ന പണിയിലെ ആത്മാർത്ഥതയിലാണ്. എഴുത്ത് വലുതായാലും ചെറുതായാലും പണി വൃത്തിയായി ചെയ്താൽ ആളുകൾ നമ്മളെ തേടി വരും. ഈ വണ്ടിയിലെ അഴുക്കിന്റെ മണമാണ് നിനക്കിന്ന് കാണുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം തന്നത്. അകത്തുനിന്ന് അമ്മയുടെ ശബ്ദം കേട്ടു. മതി, അച്ഛനും മോനും കച്ചവടം പറഞ്ഞിരുന്നത് മതി. വന്നെന്തെങ്കിലും കഴിക്കേ, അല്ലെങ്കിൽ അടുക്കള ഞാൻ പൂട്ടും. അപ്പോൾ നമ്മുടെ കച്ചവടവും പൂട്ടും. അമ്മയുടെ ശാസന കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അവരൊന്നിച്ച് വീടിനകത്തേക്ക് നടന്നു.
പുറത്ത് സായാഹ്ന സൂര്യന്റെ പൊൻവെളിച്ചത്തിൽ ആ പഴയ വണ്ടി തിളങ്ങി നിന്നു. കാറ്റിലാടി ഉലയുന്ന മരച്ചില്ലകൾ അവർക്ക് സ്വാഗതമോതി. അവിടെ അപ്പോൾ പരന്നത് വെറും ഭക്ഷണത്തിന്റെ ഗന്ധമായിരുന്നില്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരിക്കലും മായാത്ത സൗഹൃദത്തിന്റെയും സുഗന്ധമായിരുന്നു. ഈ കഥ നമുക്ക് നൽകുന്നത് കേവലം സൗഹൃദത്തിന്റെയോ വിജയത്തിന്റെയോ മാത്രം പാഠങ്ങളല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ ആഴത്തിലുള്ള മൂല്യങ്ങൾ കൂടിയാണ്. സമൂഹത്തിൽ ചെറുത് എന്നും വലുത് എന്നും തരംതിരിക്കപ്പെട്ട ജോലികളില്ല. മറ്റുള്ളവർക്ക് ചെയ്യാൻ മടിയുള്ള അഴുക്കുപുരണ്ട ജോലികൾ ചെയ്ത് നമ്മുടെ നാടിനെ വെടിപ്പായി സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബഹുമാനിക്കപ്പെടേണ്ടത്. മാധവനെ പോലുള്ളവരുടെ വിയർപ്പിന്റെ ഗന്ധമാണ് യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ ആരോഗ്യത്തിന്റെ സുഗന്ധം. അതുപോലെ നല്ല കാലത്ത് കൂടെ നിൽക്കാൻ ആർക്കും സാധിക്കും. എന്നാൽ ലോകം മുഴുവൻ നിങ്ങളെ പരിഹസിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും തോളോട് ചേർത്ത് നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. കിരണിനെപ്പോലെ വേദനകൾ തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ജീവിതത്തിൽ എത്ര ഉന്നതങ്ങളിലെത്തിയാലും താൻ നടന്നുവന്ന വഴികളും അതിന് കാരണക്കാരായ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളും മറക്കാതിരിക്കുക എന്നതാണ് യഥാർത്ഥ വിജയം. പഴയ ആ തള്ളുവണ്ടിയിൽ തൊടുമ്പോൾ രാഹുലിന് ലഭിക്കുന്ന അഭിമാനം മണ്ണിൽ ചവിട്ടി നിന്ന് ആകാശം തൊടുന്നവന്റെ വിജയമാണ്. ചുരുക്കം പറഞ്ഞാൽ, അധ്വാനത്തിന്റെ വിയർപ്പ് തുള്ളികൾക്ക് നാളെ വിജയത്തിന്റെ സുഗന്ധമായി മാറാൻ കഴിയും. പരിഹാസങ്ങളെയും അവഗണനകളെയും വളമാക്കിയാൽ ജീവിതത്തിൽ ഏതു വലിയ സ്വപ്നവും കീഴടക്കാൻ സാധിക്കും.